ഈ ഭർത്താവിന്റെ ഫോണിന് ലോക്ക് ഉണ്ടോ? പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കും എപ്പോഴും. എനിക്ക് ഒരു ഭാഗം നോക്കാൻ സമ്മതിക്കില്ല. സാറേ ഇവളുടെ ഫോൺ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. എന്നോട് ആ നമ്പർ പറഞ്ഞ് തന്നിട്ടില്ല. അത് തന്നെയല്ല, ഞാൻ കിടന്നുറങ്ങിക്കഴിഞ്ഞ് ഇവള് ഈ സെൽഫി എടുത്തിട്ട് ആർക്കാണ്ടിനൊക്കെ അയക്കലാണ്. ആർക്കാണ്ടൊന്നും അല്ല സാറേ. എന്നെ കണ്ട അവളപ്പം ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കും. സാറേ അത് വെറുതെ ദേഷ്യം പിടിപ്പിക്കാനാണ്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഫോട്ടോ അയച്ചു കൊടുക്കണതാണ്. അതെന്നോട് പറഞ്ഞാൽ പോരെ സാറേ. അപ്പോൾ നിങ്ങൾ ഈ ഫോൺ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ഭാര്യയും ഭർത്താവും ആകുമ്പോൾ ഒരു വക രഹസ്യങ്ങളും വേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ലോക്ക് ആദ്യം അടിക്കണം, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും. എന്നിട്ട് മേശപ്പുറത്തങ്ങ് ഇടണം. ഭാര്യയുടെ ഫോണ് ഭർത്താവിന് നോക്കാം, ഭർത്താവിൻ്റെ ഫോണ് ഭാര്യയ്ക്ക് നോക്കാം. അങ്ങനെ വേണം. എടോ, കുടുംബജീവിതത്തിലൊക്കെ വഴക്ക് സാധാരണമാണ്. പല വിഷയങ്ങളുണ്ടാകുമ്പോൾ ചിലപ്പോൾ അങ്ങ് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അത് ആ നിമിഷം അങ്ങ് മറക്കണം. അടുത്ത നിമിഷം സന്തോഷമായിട്ടങ്ങ് ജീവിച്ചു പോകണം. അതല്ലേ ചെയ്യേണ്ടത്. ഈ വഴക്കുള്ള സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കൊച്ചിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? മോളിങ് വാ. അച്ഛനും അമ്മയും ഡിവോഴ്സ് വേണമെന്നാണ് പറയുന്നത്. ഇവർക്ക് ഡിവോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ മോക്ക് അച്ഛൻ്റെ കൂടെ പോകണോ അമ്മയുടെ കൂടെ പോകണോ? ഡിവോഴ്സ് ഒന്നും വേണ്ട അങ്ങളെ. ഇവരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. കേട്ടാ, ഈ കൊച്ചിനുള്ള വിവേകം പോലും നിങ്ങൾക്കില്ലല്ലോ. അപ്പം നമുക്ക് എന്ത് തീരുമാനിക്കാം? ഡിവോഴ്സ് വേണോ വേണ്ടയോ? പറയണം. വേണ്ട വേണ്ട സാറേ. വേണ്ട, നമുക്ക് ഒന്നിച്ച് പോയാൽ മതി. ഇനി നിങ്ങളിപ്പോൾ ഇവിടുന്ന് ഡിവോഴ്സ് ഒന്നും വേണ്ടാന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ബഹളം കൂട്ടി നിൽക്കുന്ന നിങ്ങളുടെ രക്ഷിതാക്കളുണ്ടല്ലോ, അവർക്ക് സത്യത്തിൽ നിങ്ങളുടെ നന്മയല്ല താല്പര്യം. അവർക്ക് ഏത് സമയത്തും അവരുടെ മക്കൾ അവരുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള സ്വാർത്ഥതയാണ്. ഇത്ര നേരം അവരോട് സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലായത് അതാണ്. അങ്ങനെയുള്ള അച്ഛനോടും അമ്മയോടൊക്കെ പോകാൻ പറയണം. അവരൊക്കെ ഏകദേശം ജീവിച്ചിട്ട് അവരെ കാലം കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി ഒരുപാട് ദൂരം മുന്നോട്ട് പോകണ്ടേ? മോളങ്ങോട്ട് മാറി നിന്നേ, മാമൊരു ഫോട്ടോ എടുക്കട്ടെ. ആ ചിരിച്ചോളൂ. ചേട്ടാ തല മുന്നോട്ടിട്ട് മോളെ. ചിരിക്കി നന്നായി ചിരിക്കി. അതന്നെ. ഓക്കെ, കണ്ടോ, ഇതാണ് കുടുംബം. ഈ ചിരി എപ്പോഴും ഉണ്ടാവണം കേട്ടാ. ഓക്കെ.